എണ്ണിത്തീർപ്പാനാവില്ലേ നീ ചെയ്യും നന്മകൾ യേശുവേ. എണ്ണിത്തീർപ്പാനാവില്ലേ നീ ചെയ്യും നന്മകൾ യേശുവേ. എന്റെ പാപമെല്ലാം പോക്കി എന്നെ വീഴ്ത്തോനേ. നിന്റെ ജീവനല്ലോ എന്റെ വാങ്ങിയ നീല. എന്റെ പാപമെല്ലാം ശുദ്ധമാകല്ലേ, വിശുദ്ധമാണ്. നീ അശുദ്ധേക്ക് പോയാലോ ദൈവം നിന്നെ ഇറങ്ങി, ദൈവം നിന്നെ ഇറങ്ങി നിൽക്കുമ്പോഴാ മറ്റൊമ്മ നിന്നെ മാറ്റുന്നത്. മനസ്സിലായവർക്കായി എന്റെ വഴി ഞാൻ ദൈവത്തിന്റെ വഴി അറിയണം. വിശുദ്ധമാണെങ്കിൽ എന്റെ വഴി, എന്റെ വാ, എന്റെ കാഴ്ച, എന്റെ ബുദ്ധി, എന്റെ ഹൃദയം എല്ലാം വിശുദ്ധമാണ്. വിളിച്ചെന്തിനാ വിശുദ്ധൻ, വിശുദ്ധനെയും വിശുദ്ധമേൽ വീണ്ടും വിശദീകരിക്കുമ്പോൾ അതിന്റെ അകത്ത് തന്നെ ഒരു യേശുവിന് കൊടുത്ത് മാറുന്ന അതേ അഭിഷേകം നമ്മുടെ പേരും. ആ അഭിഷേകം നമ്മളും പിതാവിന്റെയും ഒന്നാവും. നീ നടക്കുന്നിടത്ത് ആകാശ ശക്തികൾ, പ്രപഞ്ച ശക്തികൾ, പ്രകൃതി ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ ഡയറക്റ്റും ആകാശ മണ്ഡലങ്ങൾ അറിയട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ അറിയട്ടെ, യേശുവിന്റെ ജനത്തിന്റെ ബന്ധങ്ങൾ അറിയട്ടെ, പൈശാചിക മേഖലയെ തൊടാൻ പറ്റുന്നില്ല. ഒരു സാത്താനിനെ തൊടാൻ പറ്റുന്നില്ല. നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി അല്ല യേശു കാലിനെ കുറിച്ച് പറഞ്ഞത്, നിന്നെ വീണ്ടെടുക്കാനാണ് മനുഷ്യൻ. മനസ്സിലാക്കി മറ്റുള്ളവരെ ശിക്ഷിക്കുന്നത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, അവരെ നേടുന്നതാണ് എനിക്ക് ഇഷ്ടം. മറ്റുള്ളവരെ പിശാച് കൊണ്ടുപോകുന്നതല്ല എനിക്ക് ഇഷ്ടം. മറ്റുള്ളവരെ പിശാച് കൊണ്ടുപോകുന്നതല്ല എനിക്ക് ഇഷ്ടം. മറ്റുള്ളവരെ ദൈവം ശിക്ഷിക്കുന്നതല്ല എനിക്ക് ഇഷ്ടം. പിന്നെ അവരെ വീണ്ടെടുക്കുന്ന എനിക്ക് ഇഷ്ടം. ആ പിതാവിന്റെ മനോഭാവം എന്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ ചെയ്തു. അതെന്റെ ഉള്ളിൽ ദൈവം അസ്തപ്പണി ചെയ്തു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? പിന്നെ നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്നെ നിന്റെ കൃപ എന്റെ പേരിൽ പകരാൻ പറഞ്ഞു. യാചകന്മാർക്ക് വേണ്ടി നിങ്ങളെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുക. മനസ്സിലായെങ്കിൽ യാചകന്മാരെ അനുഭവിച്ച് അയക്കാൻ നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവുക. അതുകൊണ്ട് അവിടെ പറഞ്ഞത് യേശുക്രിസ്തുവിൽ അയക്കപ്പെടുന്ന ശിക്ഷാപതി ഇല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ അയക്കപ്പെടുന്ന ശിക്ഷാപതി ഇല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണം. ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അടുത്ത സ്വർഗത്തിലെ കൃപ വന്നു, സമാധാനം വന്നു, കൃപയും വന്നു, സമാധാനം വന്നു. അത് കഴിയുമ്പോൾ സ്വർഗം തുറക്കുന്നു. സമാധാനം ഉണ്ടാകുന്ന ഭാഗ്യവാൻ ദൈവത്തിന്റെ പുത്രന്മാരെ വിളിക്കപ്പെട്ട് സമാധാനം ഉണ്ടാകുന്ന ഭാഗ്യവാൻ അവരെ ഭൂമി കൈവശപ്പെടുത്തും. സമാധാനം ഉണ്ടാകുന്ന ഭാഗ്യവാൻ അവർ സ്വർഗത്തെ കൊള്ളയടിക്കും.
സമാധാനം വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞ സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ പറഞ്ഞ അനുഗ്രഹിക്കാന്നല്ല പറഞ്ഞേ ചെയ്ത് കഴിഞ്ഞു. ഈ വചനം നിങ്ങളുടെ കൂടെ വന്നു ഒന്നിച്ച് ഇണയും, ഒന്നിച്ച് ജീവിക്കും, ഒന്നിച്ച് വസിക്കും. വസിക്കാൻ ശരീരം വേണം. അതിന്റെ ശരീരത്തിൽ ഞാൻ നിന്നെ മാത്രം ഞാൻ പാനം ചെയ്തു, രക്തം ചെയ്തു, പാനം ചെയ്തു. ഈ രക്തം എന്റെ അകത്ത് കയറിയപ്പോ എന്റെ രക്തത്തിലുള്ള സകല ഇൻഫെക്ഷനുകളും സകല രോഗങ്ങൾ പോയി. അത് ഷുഗർ ഉൾപ്പെടെ. ഞാൻ ഈ അപ്പം എടുത്ത് വായി വെച്ച് തിന്നപ്പോൾ എന്നെ എടുത്തനേതു, എന്നെ എടുത്ത് യേശുവിനാക്കി, എന്നെ എടുത്ത് യേശുവാക്കി. എന്റെ ജഡത്തിന്റെ സകല ആഗ്രഹങ്ങൾ പോയി. ഞാനിപ്പോ ജഡപ്രകാരം ആരെ അറിയുന്നില്ല, ഞാൻ ആത്മപ്രകാരം മാത്രം അറിയുന്നത്. ഓ മനസ്സിലായി. കലവഴിച്ച് ആത്മാവി 2026 ഇറങ്ങുക. നമ്മൾ ഇറങ്ങാൻ പോവുക. ഒരു മാസത്തോട് നമ്മുടെ മുമ്പിൽ നമ്മൾ പുതിയ സൃഷ്ടിയായി ഇറങ്ങാൻ പോവുക. ഈ അഭിഷേകത്തിന്റെ ആണ്ട് വെല്ലുകൊണ്ടു ഓരോ അഭിഷേകം വരുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല. ചിലരുടെ ശുശ്രൂഷ മേലെ അനുഗ്രഹിക്കും, ചിലരുടെ രോഗിയുടെ മേലെ അനുഗ്രഹിക്കും, ചിലരുടെ ആരോഗ്യത്തിന്റെ മേലെ അനുഗ്രഹിക്കും, ചിലരുടെ പ്രയാസത്തിന്റെ മേലെ അനുഗ്രഹിക്കും, ചിലരുടെ സമ്പത്തിന്റെ മേലെ അനുഗ്രഹിക്കും, ചിലരുടെ കടഭാരം വാങ്ങാൻ വേണ്ടി അനുഗ്രഹിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള അഭിഷേകമുണ്ട്. നിനക്ക് വീണ്ടും മുഴുവനും എന്താ യോജിക്കാൻ വേണം. ഓ കണ്ടെന്നല്ലേ ഒരു 3 വട്ടം ഞാൻ യേശുവെ നിന്ന് വിളിക്കും. എത്രയാ നിങ്ങളത് വിളിക്കാമോ? ഞാൻ വിളിച്ച പോലെ ഞാൻ ഈ ശരീരത്തോട് പോവാം. നിങ്ങൾ വിളിച്ചത് പിടിച്ചോ. വിശ്വസിക്കുന്നവരെ ഈ അടയാളം അവരുടെ നാമത്തെ ഭൂതങ്ങളെ പുറത്താക്കി പൊതുഭാഷകളിൽ സംസാരിക്കുന്ന സർപ്പങ്ങളെ പിടിച്ചെടുക്കുക. മാലമേൽ ഊർജ്ജം വിഷമിക്കുന്ന രോഗിയുടെ മേൽ കൈവച്ച സൗഖ്യം. ഈ ഹീലിംഗ് ഓ കഴിഞ്ഞു. ഇങ്ങനെ ചുരുണ്ടുപോയതിനെ കർത്താവായിരിക്കുന്നു. എന്റെ സൈഡിലേക്ക് നെഞ്ചിൽ പുറത്തോ അടച്ച് വേദന സൈഡിലേക്ക് വന്നു. പിന്നെ പുതിയ തരുക. ഈ അഭിഷേകത്തിന്റെ കയ്യിൽ നീ ഒരിക്കലും പോകത്തില്ല. പോകാത്ത രീതിയിലുള്ള അഭിഷേകത്തിന്റെ കയ്യിൽ ഇടുക. Father, in the name of Jesus. Healing in the name of Jesus. രോഗമായി പൊക്കോ, രോഗമായി പൊക്കോ, യേശുവിന്റെ നാമത്തിൽ അരി പൊക്കോ. കർത്താവിന്റെ നാമത്തിൽ ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് കാൽവരി കുരിശിലെ രക്തം ഈ ബെഡിലേക്ക് ഒഴുകട്ടെ, ബെഡിലേക്ക് ഒഴുകട്ടെ. പിടിച്ചോ. ഉണ്ടോ ഇതുണ്ടോ? ഹല്ലേലൂയ. ഈ പേരുണ്ടോട്ടെ പിടിച്ചോ. ഒരു പേരുണ്ട്, ഒറ്റ പേര് സത്യപ്രഭ. പിന്നെ സംഭവിച്ചേ കാൽവരി കുരിശിലെ സ്നേഹത്തിന്റെ മേൽ 10 വർഷം ഓർത്തു നോക്കിയേ. ഹല്ലേലൂയ. എന്നിട്ട് നെഞ്ചിനകത്ത് വേദനയോട് വരാൻ പറഞ്ഞിട്ട് വന്നോ? നെഞ്ചിനകത്ത് വേദനയോട് വരാൻ പറഞ്ഞിട്ട് വന്നോ? 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 ഇല്ല. പിന്നെ എങ്ങനെ ചെയ്തു? കർത്താവിന്റെ പേര് വിളിച്ചു. എന്തൊരു സ്നേഹം നോക്കിയേ. ഹല്ലേലൂയ. ഒന്നുകൂടെ. In the name of Jesus, ഈ രോഗത്തെ ഞാൻ അഴിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ. ഇപ്പോൾ അനുഭവിക്കുന്ന സകല രോഗബന്ധനങ്ങളും ആട്ടിന്റെ വിഷയങ്ങളും അറ്റേക്ക് വന്ന വിഷയങ്ങളും ഒരു വശം സ്തോത്രം സ്റ്റോക്ക് വന്ന് തളർന്നു പോകുന്ന ഒരു അനുഭവവും
ഈ പ്രിയപ്പെട്ടവനെ കർത്താവിനെ കാണിക്കുന്നു. അതിൻ്റെ അകത്തെല്ലാം ഇന്ന് പകൽ ഈ സമയത്ത് പുറത്തു വരിക. ഈശ്വരത്തിൽ ഇടുന്നു യേശുവിന്റെ നാമത്തിൽ. ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാനും, പ്രവർത്തിക്കാൻ പറ്റത്തില്ല പ്രവർത്തിക്കാനും, ഇന്ന് ഇച്ചിരി തടസ്സം വരുത്താൻ വേണ്ടി വരാതിരിക്കാൻ വേണ്ടി ശത്രുവിന്റെ ആ തന്ത്രത്തെ സ്വത്രം ഏത് കൈക്കായിരുന്നു വിഷമമാണ് ഈ കൈക്കല്ലേ നൈം ഓഫ് ജീസസ്. അത് തന്നെ കർത്താവ് കാണിക്കുന്നു. ഒക്കെയോ മനുഷ്യ ഓക്കെ ഷോക്ക് വന്നു ഷോക്ക് വന്നിട്ടുണ്ട്. ഈ കൈ പൊങ്ങാൻ പാടായിരുന്നു. ഷോക്ക് വന്നിട്ട് ഒരു കൈ പൊങ്ങാൻ പാടായിരുന്നു. ഇപ്പൊ കൈ തന്നെ പോകും. ഒരു വർഷം കൈതാത്തെ അത് ഒരു വർഷമായിട്ട് കൈക്ക് പൊക്കാൻ വേദന പാല് കഴിഞ്ഞ് ഇപ്പൊ കൈ പൊങ്ങി ശരി വേദന കിട്ടിയിരിക്കുന്ന ചങ്കാണിത്. ഇതിനെ കർത്താവ് സൗഖ്യമാണ്. കർത്താവിന്റെ അത്ഭുത മന്ത്രി വീരനായ ദൈവം നിത്യപിതാവ് സമാനപ്രിയന്റെ നാമത്തിൽ എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ട്? 32 കൊല്ലം അഴിക്കുന്ന ഈ ലോകത്തെ നസറായ യേശുവിന്റെ നാമത്തിൽ അഴിക്കുന്നു. അതിലേക്ക് യേശുവിന്റെ ശ്രദ്ധ ആർപ്പിക്കുന്നു. പാരാവില്ലേ നീ ചെയ്യും നന്മകൾ യേശുവേ എന്നി തീർപ്പാരാവില്ലേ നീ ചെയ്യും നന്മകൾ. ചങ്ങനാശ്ശേരി ന്യൂ ജെറുസലേം ചർച്ചിൽ ആത്മീയ ആരാധനയും വചന ശുശ്രൂഷയും, അത്ഭുത രോഗശാന്തിയും വിടുതൽ ശുശ്രൂഷയും ബ്രദർ മാർട്ടിൻ തോമസ് ശുശ്രൂഷിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 വരെയും വെള്ളിയാഴ്ച 10 മുതൽ 1 വരെയും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്വാഗതം. കോൺടാക്ട് us ന്യൂ ജെറുസലേം ചർച്ച്, മൂലേക്കളം ബിൽഡിംഗ്, അരമനപ്പടി, ചങ്ങനാശ്ശേരി PO. Our numbers 9446570621, 9847775952. Email brothermartinthomas@gmail.com. Website www.newjerusalemchurch.org.in.